അങ്ങനെ നമ്മുടെ ഔദാക്കുട്ടി അച്ചായ അലീനെ കണ്ടിട്ട് വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലിയോട്, നീ അവളോട് കുറച്ചും കൂടി സ്നേഹത്തിലൊക്കെ പെരുമാറണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട് ഔദാക്കുട്ടി അച്ചായനോട്, നിങ്ങളല്ലേ പറഞ്ഞപ്പോൾ അവളെ ഓടിച്ചു വിടാന്ന്, എന്തേ ഓടിച്ചു വിടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഔദാക്കുട്ടി അച്ചായൻ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം, ഇപ്പം എങ്ങനെ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട് ഔദാക്കുട്ടി അച്ചായന് നമ്മുടെ അലീനെ കൂടുതൽ ഇഷ്ടമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ കൃഷ്ണമോളും ബബിതയും കൂടി ഇങ്ങനെ അടുക്കളയിൽ ഓരോന്ന് പാചകം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് രോഹിത് വരുന്നുണ്ട്. രോഹിത് ഓരോന്ന് തമാശ പറയുന്ന സമയത്ത് നമ്മുടെ ബബിത അവൻ്റെ വായിൽ പപ്പടം തിരിക്കുന്നുണ്ട്. എന്തായാലും ബബിതയെ പിടിക്കാൻ വേണ്ടി രോഹിത് ഓടുന്നുണ്ട്, ബബിതയും ഓടുന്നുണ്ട്. അവർ ചെന്ന് പെടുന്നത് നമ്മുടെ വൈജയുടെ മുന്നിലാണ്. വൈജയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഇവരുടെ കളിയും ചിറിയും അടുക്കളയിൽ ഇങ്ങനെ ഓരോന്ന് പെരുമാറണമൊക്കെ കാണുമ്പോൾ. എന്തായാലും നമ്മുടെ വൈജ നേരെ ചെല്ലുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അലീനയ്ക്ക് പകരമായിട്ട് എനിക്കൊരു ഇവിടെ പണിക്കാരത്തിയെ വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയ്ക്ക് പകരമായിട്ടൊന്നും നിനക്ക് ആരും കിട്ടാൻ പോണില്ല, വേണമെങ്കിൽ നീ കുഞ്ഞുമോളെ ലീലേനെ ജാനുവിനെ ആരാച്ച നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഔദാക്കുട്ടി അച്ചായൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, അവൾ ചിന്നമ്മയുടെ ശരിക്കുള്ള സ്വഭാവമാണെങ്കിൽ നിന്നെ അവൾ വരച്ച വരയിൽ നിർത്തും, നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ആകെ അന്തം വിട്ടിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സ്റ്റാൻലി ഔദാക്കുട്ടി അച്ചായനെയും അലീനെയും കൂട്ടിയിട്ട് എസ്റ്റേറ്റൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അവർ ജീപ്പിലൊക്കെ പോകുന്നുണ്ട്. പോണ സമയത്ത് അലീന ഇങ്ങനെ ഒരുങ്ങി വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻലി അലീനെ കാണുമ്പോൾ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.